UDF സർക്കാരിന്റെ ആദ്യ ജനപ്രിയ പ്രഖ്യാപനം വന്നതോടെ പ്രതിപക്ഷത്തിന് ഇരിക്കപ്പുറതി ഇല്ലാതാവുകയാണോ? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ച VD സതീശൻ സർക്കാരിനെതിരെ തികച്ചും രാഷ്ട്രീയ വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മന്ത്രി MM മണി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യയാത്ര അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഈ ജനപ്രിയ പ്രഖ്യാപനത്തെയാണ് തികച്ചും നിലവാരമില്ലാത്ത ഭാഷയിൽ MM മണി വിമർശിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ ക്ലേശങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും വലിയ തോതിൽ ആശ്വാസം പകരുന്ന ഇത്തരമൊരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിനെ തരംതാണ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണെന്നും എന്നാൽ അത് നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരണമെന്നുമാണ് MM മണിയുടെ വെല്ലുവിളി. സൗജന്യ യാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ സതീശൻ സ്വന്തം വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരട്ടെ എന്നും ഖജനാവിൽ പണമില്ലാതെ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് കാണാമെന്നുമാണ് മണി പരിഹസിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTC കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതിരുന്നപ്പോഴും നിസ്സംഗത പാലിച്ചവരാണ് പുതിയൊരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ നോക്കുന്നത്. ജനക്ഷേമകരമായ തീരുമാനങ്ങളെ നഖശികാന്തം എതിർക്കുന്ന MM മണിയുടെ ഈ നിലപാട് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഭരണപരാജയങ്ങളും ജനങ്ങൾ നൽകിയ തിരിച്ചടിയും ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ നിരാശയാണ് മണിയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. വികസന കാര്യങ്ങളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിന് പകരം ആദ്യ ദിവസം മുതൽ തന്നെ വിദ്വേഷവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് MM മണി. എന്നാൽ ഇതിനെല്ലാം തിരിച്ചടിയെന്നോണം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള നിർണായക നീക്കങ്ങൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന ഈ നിർണായക യോഗത്തിൽ പദ്ധതി എങ്ങനെ സുഗമമായി നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി സർക്കാർ തലത്തിൽ ഉടൻ തന്നെ ഒരു വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണയായി സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഫയലുകളിൽ കുരുങ്ങി മാസങ്ങളോളം നീണ്ടുപോകാറുള്ള പതിവ് ശൈലിക്ക് വിപരീതമായാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. KSRTC CMDയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ വശങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിയാശൻ വേവലാതിപ്പെടേണ്ട എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നു, അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ തോറ്റത് നല്ല സേവനമെല്ലാം ചെയ്ത ഗവൺമെൻറ്, ഒരുപാട് കാര്യവും ചെയ്തു ഗവൺമെൻറ്. ഇപ്പം സതീശൻ ഉണ്ടാക്കുന്ന കാണാമല്ലോ, എല്ലാവരും പെൻഷനും എല്ലാം മേടിച്ച് നന്നായി. പിന്നെ അതൊക്കെ ഇപ്പോൾ കാണാം. എന്നിട്ട് പിന്നെ കൈതന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് KSRTC നടത്താം. ഇടുക്കിയില് KSRTC സർവീസുകൾ വളരെയധികം കുറവാണ്. അഥവാ അങ്ങനെ ഒരു പദ്ധതി വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ ഇടുക്കിയിലെ ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കുമോ? അതെന്തോ കുറേ വണ്ടിയൊക്കെ ഉണ്ട്, കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട്, അതിന്റെ ഗുണം കൊണ്ട് കിട്ടും, കിട്ടിക്കോട്ടെ. ഇടുക്കിക്ക് ഒരു മന്ത്രി ഇല്ലാത്ത മന്ത്രിസഭയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. വേട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇടുക്കിക്ക് MLA-മാരുണ്ടായിരുന്നല്ലോ, UDFന്റെ MLA-മാരല്ലേ ഉള്ളൂ ഇടുക്കിയിൽ. എന്നിട്ടൊരു മന്ത്രിയാക്കാതെ പിന്നെ എല്ലാം പിന്നെ മറ്റു ജില്ലകൾക്ക് കൊടുത്ത തന്നെ. ഇടുക്കിയിലെ ജനങ്ങൾ ആലോചിക്കണം. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടെ വിമർശനം വരാനുള്ളത് ഇടുക്കിയിൽ ഉടുമ്പൻചോലയിലെ മത്സരവുമായി ബന്ധപ്പെട്ടായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം അങ്ങ് സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു, പിന്നീട് അങ്ങേ അല്ല മറ്റൊരാളാണ്, കേന്ദ്രനാണ് എന്ന് പറഞ്ഞ ആളുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ മൊത്തത്തിലുള്ളൊരു വിമർശനം. അതിനെ എങ്ങനെയായിരിക്കും പാർട്ടി കാണുന്നത്? അതൊന്നും വലിയ കാര്യമൊന്നുമില്ല.